ഹലോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 1 ലൈൻ ആർട്ടാണ് ചെയ്യണത്. അതിനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്ക്വയർ ആയിട്ടുള്ളതോ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതോ ആയിട്ടുള്ള ക്യാൻവാസ് ബോർഡ് എടുക്കാം. ഞാനിവിടെ ഓവൽ ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. കടയിൽ പോയപ്പോൾ ഇങ്ങനത്തെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ഈ ടേപ്പ് എടുത്തിട്ട് ഞാനിങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഏകദേശം പകുതി നോക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതായിട്ടുള്ള ക്യാൻവാസ് ബോർഡ് എടുക്കുമ്പോൾ ഒരു കോർണർ ടു കോർണർ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിതിൻ്റെ മേൽഭാഗം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിവിടെ പിങ്ക് കളറും വൈറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇഷ്ടമുള്ള കളർ നമുക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് ലൈറ്റ് ഷെയ്ഡാക്കിയിട്ട് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഞാൻ വൈറ്റ് മിക്സ് ചെയ്ത് ഒന്നുകൂടി ലൈറ്റാക്കി എടുത്തിട്ടാണ് ഇതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അങ്ങനെ നമ്മൾ ഈ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ മേൽഭാഗത്ത് ഫുള്ളായിട്ട് ഈ പിങ്ക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടേപ്പുമേക്ക് കുറച്ച് കടത്തി പെയിൻറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടി ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലും ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ ഒരു ടേപ്പ് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ പറിച്ചെടുത്തപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ ഒരു കറക്റ്റ് ലൈൻ ഉണ്ടല്ലോ അവിടെയായിട്ട് വീണ്ടും ഈ ടേപ്പ് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ താഴ്ഭാഗത്തേക്കാണ് നമുക്കിനി അടുത്ത കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാൻ ലൈറ്റ് ഗ്രീനും അതിൻ്റെ കൂടെ വൈറ്റ് മിക്സാക്കി നന്നായിട്ടൊന്ന് ലൈറ്റാക്കി എടുത്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറ് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചൊന്ന് ആ ടേപ്പുമേക്ക് കടത്തി പെയിൻറ്റ് ചെയ്താലാണ് കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ സൈഡൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ ടേപ്പ് പറിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കറക്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യണത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഗോൾഡൻ കളർ പെയിൻറ്റ് ഉണ്ടല്ലോ, അതിൽ ഒരു 2 തുള്ളി വെള്ളം ഒന്ന് മിക്സ് ആക്കിയിട്ട് ബ്രഷ് വെച്ചിട്ട് വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻസ് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരിട്ട് നോക്കുമ്പോൾ കളർ വ്യത്യാസമൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല, ഗോൾഡൻ കളർ അങ്ങനെ കാണില്ല. പക്ഷേ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ആ ഒരു ഗോൾഡൻ കളറിൻ്റെ ആ ഒരു ഷെയ്ഡ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് താഴെയും മേലെയും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ കണ്ടില്ലേ ചെറുതായിട്ട് ആ ഒരു ഗോൾഡൻ കളറിൻ്റെ ആ ഒരു ഷെയ്ഡ് കാണാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെ അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെയാണ് ഇനി 1 ലൈൻ ആർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരൊറ്റ ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് നമ്മളൊരു കപ്പിളിനെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യണത്. 2 തരത്തിലുള്ള മാർക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. തിന്നായിട്ടുള്ള ടിപ്പുള്ളതും അതേപോലെ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ടിപ്പുള്ളതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ലൈൻ കട്ടാവാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് നമ്മളൊരു കപ്പിളിനെ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളപ്പോൾ ആദ്യം തന്നെ പെൻസിൽ വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് ഷേപ്പ് ഒന്നും ശരിയായിട്ടില്ല എന്നൊക്കെ തോന്നിയാൽ നമുക്ക് മാച്ചൊക്കെ റെഡിയാക്കാമല്ലോ. അങ്ങനെ ഓക്കെ ആയതിന് ശേഷം മാത്രം നമ്മൾ മാർക്കർ വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ നല്ല എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മാർക്കർ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് വരച്ചെടുക്കാം. പക്ഷേ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ മായ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പെൻസിൽ വെച്ചിട്ടൊക്കെ നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ മാർക്കർ വെച്ച് വരയ്ക്കണതാണ് കൂടുതൽ നല്ലത്. പിന്നെ ഈ സെയിം പിക്ചർ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വരച്ച് കഴിഞ്ഞതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്താൽ മതിയാവും. എന്നിട്ട് നിങ്ങൾ ക്യാൻവാസ് ബോർഡിലേക്ക് കാർബൺ പേപ്പർ യൂസ് ചെയ്ത് പകർത്തിയിട്ട് അങ്ങനെ വരച്ചെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ലൈൻ ആർട്ട് ഇഷ്ടംപോലെ ഉണ്ട്, അതേപോലെ 1 ലൈൻ ആർട്ട് ഉണ്ട്. സിമ്പിളായിട്ടുള്ള കുറേ പിക്ചേഴ്സ് ഉണ്ട്, കപ്പിളിൻ്റെ തന്നെ സിമ്പിളായിട്ടുള്ളത് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തെടുത്ത് ഡൗൺലോഡ് ആക്കി അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് ട്രേസ് ചെയ്തിട്ടൊക്കെ വരച്ചെടുക്കാവുന്നതാണ്. നമുക്ക് പെർമനൻറ്റ് മാർക്കറിന് പകരം ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റും അതേപോലെ ലൈനർ ബ്രഷും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഈസി മാർക്കർ വെച്ചിട്ട് ചെയ്യണതാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ലൈൻ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇടയിൽ വെച്ചിട്ട് കട്ടായിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. ഞാനിനി തിക്കായിട്ടുള്ള ടിപ്പുള്ള മാർക്കർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ആർട്ട് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്, ക്യൂട്ടാണ്, അതേപോലെ മീനിങ് ഫുള്ളും ആണ്.
പിന്നെ സ്പെഷ്യലുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ വീട്ടിലെ ചുവരിൽ വെക്കാനായാലും അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാനായിട്ട് പറയുക. അപ്പോൾ ഞാനൊന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്